friends, welcome back to our physics class. In our last class we were discussed about absolute refractive index. What is the equation for absolute refractive index? The absolute refractive index of a medium Nm is equal to C by Vm. Nm means absolute refractive index of a medium. C means speed of light through air or speed of light through vacuum. Vacuum means there is no air, it is a free space. Vm means speed of light through that medium. For example, we have to find refractive index of a glass Ng is equal to C by Vg. Ng is refractive index of glass. C is speed of light through vacuum or air. Its value 3 into 10 raised to 8 meter per second. Vg is speed of light through glass. Now we are going to learn the next refractive index, that is called relative refractive index. Relative refractive index. Okay, absolute refractive index എന്ന് പറയുമ്പോൾ when the light is coming from air to a medium, how much the light bend, അതാണ് absolute refractive ഇൻഡെക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് എയറിൽ നിന്ന് ലൈറ്റ് ഒരു മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ ലൈറ്റിന് എത്രത്തോളം ബെൻഡിങ് ഉണ്ടാവുന്നു, അതാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എത്രത്തോളം ബെൻഡിങ് ഉണ്ടാവണു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. അതായത് ലൈറ്റ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യണു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഹൗ മച്ച് ദ ലൈറ്റ് വിൽ ബിക്കം ബെൻഡ്, എത്രത്തോളം ലൈറ്റ് ബെൻഡ് ചെയ്യണു അത് നമ്മൾ മനസ്സിലാക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയിട്ടാണ്. അപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് ഒരു മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ എത്രത്തോളം ബെൻഡിങ് ഉണ്ടാവണു അത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുക. ബട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. അപ്പോൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ടു മീഡിയ. ഓക്കെ, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എയറും മറ്റൊന്ന് വേറെ ഏതെങ്കിലും ഒരു മീഡിയ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വി ഹാവ് ടു മീഡിയ. ദ ഫസ്റ്റ് മീഡിയം മേ ബി ഗ്ലാസ് ആൻഡ് ദിസ് മീഡിയം ഈസ് വാട്ടർ. അപ്പോൾ ഈ ലൈനാണ് രണ്ട് മീഡിയത്തെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ദ ലൈൻ ഓഫ് സെപ്പറേഷൻ ഓഫ് ദീസ് ടു മീഡിയ. ദെൻ വി ക്യാൻ ഡ്രോ എ നോർമൽ ഹിയർ. This is glass and this is water. You want to listen. When we compare glass and water, the glass is optically denser media. Optical density is high. In the case of water, it has optical density is very less. Glass എന്ന് പറയുമ്പോൾ അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണ്, വാട്ടർ എന്ന് പറയുമ്പോൾ അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് വരുമ്പോൾ അതിനെന്താണ് ഉണ്ടാവുക നമ്മൾ കണ്ടതാണ്. വെൻ എ ലൈറ്റ് പാസസ് ഫ്രം ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം ടു ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി സേ ഡെൻസർ മീഡിയം, ഇറ്റ് ഈസ് റെയറർ മീഡിയം. അറ്റ് ദാറ്റ് ടൈം ലൈറ്റ് വിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. ലൈറ്റ് എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഇറ്റ് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. ഇങ്ങനെ വരുന്ന ലൈറ്റ് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക. ആക്ച്വലി ലൈറ്റ് പോകേണ്ട പാത്ത് ഇങ്ങനെയാണ്, ബട്ട് ദ ലൈറ്റ് നെവർ ഗോസ് ലൈക്ക് ദിസ്. ദ ലൈറ്റ് വിൽ ഡീവിയേറ്റ് ദിസ് പാത്ത്. ദ ലൈറ്റ് വിൽ ഡീവിയേറ്റ്സ് ഗോ ദിസ് ലൈക്ക്. ഓക്കെ, ലൈറ്റ് ഡീവിയേറ്റ് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും ലൈറ്റ് പോകുന്നുണ്ടാവുക. വെൻ ദ ലൈറ്റ് പാസസ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. എനിവേ, ഇവിടെ ലൈറ്റിന് എത്രത്തോളം ബെൻഡിങ് ഉണ്ടായി എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ ജസ്റ്റ് നോക്കിക്കോളൂ. അത് കുറച്ച് ലെങ്തി ആയിട്ട് പറയാനുള്ള ഒരു സംഭവമാണ്. എനിവേ, യു വാണ്ട് ടു ലിസൺ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വെറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. WRT എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈസ് ഈക്വൽ ടു
speed of light in glass divided by speed of light in water. അപ്പോൾ നിങ്ങളിത് നോട്ട് എഴുതുന്ന സമയത്ത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കൊടുക്കുക. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് മെൻഷൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ദ ഇക്വേഷൻ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഇതിപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്, ബട്ട് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് വി വാണ്ട് ടു റെപ്രസെൻറ്റ് ഇറ്റ് ബൈ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ NW റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ബട്ട് ദ റിലേറ്റീവ് ആണ്. അപ്പോൾ റിലേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ഗ്ലാസ് ആണ്. അപ്പോൾ അതാ ഇങ്ങനെ കൊടുക്കണം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ നോക്ക് ജസ്റ്റ് NM NG. അവിടെ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്. കാരണം അത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. എയറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എയറിനെ നമ്മളവിടെ കൺസിഡർ ചെയ്യാറില്ല. ബട്ട് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ആ റിലേറ്റ് ചെയ്യുന്ന മീഡിയം ഏതാണോ അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്നുള്ളതിനെ നമ്മൾ ലെറ്റർ യൂസ് ചെയ്ത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഇനി ആലോചിച്ച് വെക്കാൻ ഒരു എളുപ്പമുണ്ട്. ഓക്കെ, ഇത് വായിക്കേണ്ടത് NWG. ഇത് രണ്ട് മീഡിയം കണ്ട റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മൈൻഡിൽ വരിക. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇവിടെ ഗ്ലാസ് വെച്ചല്ലേ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇപ്പുറത്ത് ഗ്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ VG ബൈ VW. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഇക്വേഷൻ കൊടുക്കാം. NGD. വാട്ട് ഈസ് ഇറ്റ് മീൻ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട്. അപ്പോൾ ഇവിടെ D വെച്ചല്ലേ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇവിടെ D വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. VD ഡിവൈഡഡ് ബൈ VG. ദിസ് ഈസ് അവർ ഇക്വേഷൻ. നെക്സ്റ്റ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അങ്ങനെ വന്നൂടെ, മുകളിൽ വാട്ടറും താഴെ ഗ്ലാസും. അപ്പോൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈസ് ഈക്വൽ ടു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ജസ്റ്റ് തിങ്ക് ചെയ്യും, ജസ്റ്റ് ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ ഏത് സ്പീഡാണ് കൊടുക്കുന്നുണ്ടാവുക? ജസ്റ്റ് ഓക്കെ, യെസ്, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് VW, കറക്റ്റ് അല്ലേ? ഡിവൈഡഡ് ബൈ VG. ഓക്കെ, ഇതും തിരിച്ചുണ്ടാവാം. എങ്ങനെ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈസ് ഈക്വൽ ടു, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇവിടെ ഗ്ലാസ്സിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ VG ഡിവൈഡഡ് ബൈ VD. വാട്ട് ഈസ് VG? വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ്. വാട്ട് ഈസ് VD? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട്. അപ്പോൾ ഇതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ഹെഡിങ് കൊടുക്കുക. പിന്നെ ഒരു എക്സാമ്പിളിന് ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം ദ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത്രേ അവിടെ ആവശ്യമുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക് ആണ്. ബട്ട് നമ്മൾ ജനറലായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു മീഡിയത്തെ നമുക്ക് മീഡിയം 1 എന്ന് കൊടുക്കാം. വെച്ചാൽ ഗ്ലാസ്സിന് മീഡിയം 1, അവിടെ നിന്ന് ഗ്ലാസ് അല്ല, വാട്ടർ അല്ല, ഡയമണ്ട് അല്ല, എന്തും വരാം. ഓക്കെ, ദിസ് മീഡിയം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീഡിയം 2. ഈ മീഡിയത്തെ നമുക്ക് മീഡിയം 2 എന്ന് കൊടുക്കാം. മീഡിയം 1 ആൻഡ് മീഡിയം 2. അപ്പോൾ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം with respect to first medium is അല്ലെങ്കിൽ the relative refractive index of second medium with respect to first medium is equal to എങ്ങനെ കൊടുക്കുക? speed of light
വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് ഡിവൈഡഡ് ബൈ, ഇവിടെ മീഡിയം എന്നും കൂടെ കൊടുത്തേക്കുക, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. ഓക്കെ, ഇതിനെങ്ങനെ പിന്നെ വാരി വലിച്ചെഴുതുന്നതിന് പകരം ജസ്റ്റ് അതിൻ്റെ ഫിഗേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം അല്ലേ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം N2 വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇത് N21 എന്ന് വായിക്കരുത്, N21. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ സെക്കൻഡ് മീഡിയം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെരി സിമ്പിളാണ്. അപ്പോൾ കൊടുക്കാം നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ്. ഇത് ഞാൻ അങ്ങനെ ജസ്റ്റ് അബ്രിവിയേറ്റ് ചെയ്ത് എഴുതിക്കാണ്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എന്നുള്ളതിന് ഇങ്ങനെ കൊടുത്തു, വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ അല്ലേ, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഫസ്റ്റ് മീഡിയം ടു ദ speed of light through second medium. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മെയിനായിട്ട് ജനറലായിട്ട് വേണ്ടത് ഇതാണ്. വാട്ട് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N21 ഈസ് ഈക്വൽ ടു V1/V2. Relative refractive index of second medium with respect to first medium is the ratio between speed of light through first medium to the speed of light through the second medium. ഇതാണ് അതിൻ്റെ ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. തിരിച്ചു വേണമെങ്കിൽ എഴുതാം നമുക്ക് N12. What is it read? Relative refractive index of first medium with respect to second medium is the റേഷ്യോ ബിറ്റ്വീൻ, ഇവിടെ 2 കൊണ്ടല്ല അവസാനിപ്പിച്ചത്, അപ്പോൾ ഇവിടെ V2 ഡിവൈഡഡ് ബൈ V1. എങ്ങനെ കൊടുക്കുക, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ സെക്കൻഡ് മീഡിയം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഫസ്റ്റ് മീഡിയം. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെഫിനേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ആലോചിച്ച് വെക്കുക, പഠിച്ചു വെക്കുക. അവിടുന്ന് കൂടുതൽ പ്രോബ്ലംസും മറ്റ് സംഗതികളൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ്, വി ഹാവ് ടു ലേൺ അനദർ ടോപ്പിക് ദാറ്റ് ഈസ് കോൾഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. Laws of refraction. We know that there are two laws of reflection. രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നന്നായിട്ട് ആലോചിക്കുക. ആ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് ലോസ് ഓഫ് റിഫ്രാക്ഷനിലും വരുന്നത്. ഫസ്റ്റ് ലോ രണ്ടിടത്തും സെയിം ആണ്. ദ ഫസ്റ്റ് ലോ ഈസ് കോൾഡ് ദ ഇൻസിഡൻറ്റ് റേ. Incident ray, reflected ray. And normal are lie in same plane. Incident ray, reflected ray, reflected അല്ല ഇവിടെ വരുന്നുണ്ടാവുക, അത് ശ്രദ്ധിക്കണേ. റിഫ്രാക്റ്റഡ് ആണ് ഇവിടെ വരിക. റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. ദിസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ലോ. ആൻഡ് വി ഹാവ് ദ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് because this law is called another name. I will say what's that another name of that law. Consider we have air is here, we have glass is here. Okay, at this time we have absolute refractive index. ഈ സമയത്ത് നമുക്കിവിടെ absolute refractive index ആണ് കേട്ടോ കിട്ടുക, കാരണം മുകളിൽ എയർ ആയതുകൊണ്ട്. Okay, we have to draw the normal. First of all, the light is coming from air to the glass. Air is a rarer medium.
compared to the glass. Glass is denser medium. ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ ആണ്, എയർ എന്ന് പറയുന്നത് റെയറർ ആണ്. കാരണം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ഗ്ലാസ്സിനാണ്. അതുകൊണ്ട് ദ ലൈറ്റ് ഇങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്. ബട്ട് ദ ലൈറ്റ് നെവർ ഗോസ് ലൈക്ക് ദിസ് because the refraction will occur here. The light will get refract like this. ലൈറ്റ് ഇതാ ഇതുപോലെ റിഫ്രാക്ട് ചെയ്യും. ഇവിടെ വരുന്ന ലൈറ്റ് താഴോട്ട് ഇതാ ഇതുപോലെ ബെൻഡ് ചെയ്യും. This angle is called angle of incidence. This angle is called angle of refraction. We have two angles are there. First one angle of incidence and second one angle of refraction. First angle I is called angle of incidence and angle R is called angle of refraction. Okay, here I am going to make an equation by using these two angles. ഈ രണ്ട് ആംഗിൾ യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സൈൻ ഓഫ് ആംഗിൾ ഐ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ആർ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആംഗിൾസിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. സൈൻ ഐ ബൈ സൈൻ ആർ is a constant. This is called the second law. How it can be read or how it can be explained? The ratio between sine of incident angle to the sine of refracted angle always constant. Okay, ratio between sine of incident angle to the sine of refracted angle always constant for a particular pair of media and for a particular color of light. Okay, this is called the second law. അതായത് ഇവിടെ റേഷ്യോ ബിറ്റ്വീൻ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ടു ദ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ പർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ സൈൻ എടുക്കുക, ഈ ആംഗിളിൻ്റെ സൈൻ എടുക്കുക, അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കരുതുക, റിഫ്രാക്റ്റഡ് ആംഗിൾ ഏകദേശം ഒരു 20 ഡിഗ്രി ആണെന്ന് കരുതുക. ഒരു എക്സാമ്പിളാണ്. സൈൻ 30 ബൈ സൈൻ 20 ചെയ്തു, നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി എക്സ്. വെറുതെ അസ്യൂം ചെയ്യുക. സൈൻ 30 ബൈ സൈൻ 20 ചെയ്തപ്പോൾ എക്സ് കിട്ടി. കുറച്ച് കഴിഞ്ഞ് ഈ ആംഗിൾ ഞാനൊന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ സൈൻ 35 എടുത്തു. ഇവിടെ എന്ന് പറയുന്നത് ഏകദേശം ഒരു സൈൻ 25 ആയപ്പോൾ അപ്പോഴും കിട്ടുന്ന വാല്യൂ എന്തുതന്നെയാണ് ഉണ്ടാവുക? എക്സ് തന്നെയാണ്. അതായത് ഈ മുകളിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂ കൊണ്ട് താഴെയുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? സെയിം ആയിരിക്കും. അതാ പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ടു ദ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇവിടെ ഇവിടെ എയർ ആണ്, ഇവിടെ ഗ്ലാസ് മാറി വാട്ടർ ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവുക, വാല്യൂ മാറും. അപ്പോൾ അതാണ് അവിടെ കൊടുത്തത് ഫോർ എ പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയ. ഇനി ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ കളറ് മാറുകയാണെന്നുണ്ടെങ്കിലും ആ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാകും. ലൈറ്റിൻ്റെ കളറ് മാറുന്നില്ല, ആ മീഡിയവും മാറുന്നില്ല എങ്കിൽ നോക്ക്, ഇവിടെയുള്ള മീഡിയം എന്ന് പറയുന്ന എയറും ഗ്ലാസ്സും തന്നെ. ലൈറ്റിൻ്റെ കളർ ഇപ്പോൾ റെഡ് ആണെന്ന് കരുതുക, എപ്പോഴും അതേ ലൈറ്റ് തന്നെയാണ് വരുന്നതെങ്കിൽ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ബൈ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് അതിനകത്തൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ പറയുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ടു ദ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ പർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പറയുന്നത്. 2 ലോസ് ആണ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 2 ലോസും കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നെ വേണം. ഓക്കെ, ഫസ്റ്റ് ലോ എന്താണ്? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. സെക്കൻഡ് ലോ, റേഷ്യോ ബിറ്റ്വീൻ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ to the sine of refracted angle always constant for a particular pair of media and for a particular color of light. Okay, this law is also called Snell's law.
അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ലോ എഴുതുക, സെക്കൻഡ് സ്നെൽസ് ലോ എഴുതുക. ആ സ്നെൽസ് ലോൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, ഇത് രണ്ടും ഇവിടെ ആവശ്യമില്ല. ഫസ്റ്റ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, താഴെ അതിൻ്റെ എക്സ്പ്ലനേഷനും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. Okay, that is called Snell's law. Okay, this law is also called Snell's law. Okay, thank you.